എല്ലാവർക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് CBSE 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള MCQ ക്വസ്റ്റ്യൻസും അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മാർക്സിൻ്റെ ഒക്കെ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യും. ഓക്കെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് നമ്മുടെ CBSEയിലെ മാത്തമാറ്റിക്സ്. ഒത്തിരി പേർക്ക് മാത്സ് നല്ല ടഫാണ്, ചെറുതൊന്നുമല്ല. നമ്മുടെ സ്കൂളിലെ എക്സാമിനൊക്കെ കിട്ടുന്നത്, അപ്പോൾ പീരിയോഡിക് ടെസ്റ്റ് ആണെങ്കിൽ 30-ൽ 10-ൽ താഴെ ഒത്തിരി കുട്ടികൾക്കാണ് കിട്ടുന്നത്. വീട്ടുകാരാകെ ടെൻഷനാണ്. കാരണം ഇത് എന്ത് ചെയ്യും, ഇവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പബ്ലിക് എക്സാം ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷനാണ്. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ പഠിക്കുന്ന ഓരോ കുട്ടിയും മെനക്കെടണം, വർക്ക് ചെയ്യണം. അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരയുന്നൊരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ പരിഹാരം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. പക്ഷെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. അല്ലാതെ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം നമ്മുടെ നഷ്ടപ്പെടും. അപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും പഠിക്കാം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അടിപൊളിയായിട്ട് നിങ്ങളെ മാത്സിൻ്റെ ട്രിക്സുകളും MCQൻ്റെ ട്രിക്സും എല്ലാം പഠിപ്പിച്ചുള്ള ക്ലാസ്സാണ്. പിന്നെ വലിയ ക്വസ്റ്റൻസുകൾ എളുപ്പം നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡുകളെല്ലാം പഠിപ്പിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെറിയ രീതിയിൽ കൂടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം പതുക്കെ. ഓക്കെ, വലിയ സ്പീഡിൽ പോയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് കുറച്ച് MCQ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു P³ ഇൻറ്റു Q⁴. ഓക്കെ, ആൻഡ് B ഈസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ Q² ഇൻറ്റു P². ഓക്കെ, P² ഇൻറ്റു Q². അങ്ങനെയാണെങ്കിൽ ബാക്കിയും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ Aയും Bയും നമുക്ക് തന്നിരിക്കുന്നത് P³ ഇൻറ്റു Q⁴ കറക്റ്റാണ്. B ഈക്വൽ ടു P² ഇൻറ്റു Q². നെക്സ്റ്റ് സച്ച് ദാറ്റ് HCF തന്നിട്ടുണ്ട് കേട്ടോ. HCF തന്നേക്കുന്നത് ഈ എയുടെയും ബിയുടെയും HCF തന്നേക്കുന്നത് P⁻m ഇൻറ്റു Q⁻m ആണ് കേട്ടോ. P⁻m ഇൻറ്റു Q⁻n. അതുപോലെ LCM തന്നേക്കുന്നത് P⁻R ഇൻറ്റു Q⁻s. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m പ്ലസ് n ഇൻറ്റു R പ്ലസ് എസ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് എത്ര ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓപ്ഷൻസ് 15 ഉണ്ട്, 30 ഉണ്ട്, 35 ഉണ്ട്, 72 ഉണ്ട്. ഇത്രയും ഓപ്ഷൻസാണ്. അവിടെ അത് നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് HCF ചെയ്യാം. HCF ഇതുണ്ട്. ഈ രണ്ടുപേരുടെ HCF എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കണം. രണ്ടുപേരുടെ HCF എന്ന് പറഞ്ഞാൽ നോക്കണം, രണ്ടിടത്തുള്ള പ്രൈം ഫാക്ടേഴ്സിലെ ഏറ്റവും പവർ കുറവുള്ളത് എടുക്കണം. പവർ കുറവ്. ഓക്കെ, ഇവിടെ രണ്ടിടത്തും P യെ കാണുന്നുണ്ട്, രണ്ടിടത്തും Qനെ കാണുന്നു. അപ്പോൾ രണ്ടും ആൻസർ വരും. അപ്പോൾ Pയും Qയും ആൻസറിൽ വരുമെന്നുള്ളത് ഉറപ്പായി. കാരണം രണ്ടിടത്തും ഉണ്ടെങ്കിൽ HCF വരത്തുള്ളൂ. ഒരിടത്തായിട്ട് ഒരു ടീമിനെ കണ്ട HCF വരില്ല. രണ്ടിടത്തും ഉണ്ടാവണം. അതുകൊണ്ട് ഇപ്പോൾ രണ്ടിടത്തും P ഉണ്ട്, രണ്ടിടത്തും Q ഉണ്ട്. അപ്പോൾ രണ്ടും വരും. രണ്ടിടത്തും ഉള്ളതുകൊണ്ട് രണ്ടും വരും. ഇനി പവർ കുറവ്. Pയുടെ നോക്കുമ്പോൾ ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ രണ്ടിടത്തുനിന്ന് 2 എടുക്കാം. Qൻ്റെ വരുമ്പോൾ Q⁴ ഇൻറ്റു Q². അപ്പോൾ രണ്ടിടത്തെ പവർ കുറവ് Q². ഇതാണ് നമ്മുടെ HCF. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് P⁻m ഇൻറ്റു Q⁻n. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 2 ആണ്. m ഈക്വൽ ടു 2. അതിൽ Qൻ്റെ പവർ കിടക്കുന്ന 2 എന്താണ്? n ആണ്. കണ്ടോ, P⁻m Q⁻n. അപ്പോൾ HCFിലെ പവറുകളാണ് m n. അപ്പോൾ HCF കിട്ടി, പവറിൽ 2 കിട്ടി. അപ്പോൾ m2 n2. ഓക്കെ, നെക്സ്റ്റ് LCM തന്നേക്കുന്നത് P⁻R ഇൻറ്റു Q⁻s. അപ്പോൾ നോക്കാം LCM എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം എല്ലാ പ്രൈംസുകളെയും നമ്മൾ യൂസ് ചെയ്യണം. എല്ലാം എടുക്കണം. എല്ലാ പ്രൈം നിങ്ങളിവിടെ അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് നോക്കണം. ഒരിടത്ത് മാത്രമാണെങ്കിലും നമുക്ക് LCM എടുക്കണം. അതുപോലെ ഇപ്പോൾ P³ P², P രണ്ടിടത്തുമുണ്ട്, Q രണ്ടിടത്തുമുണ്ട്. ഇനി ഇവിടെ Q ഇല്ലായിരുന്നെന്ന് വിചാരിക്കുക. ഇവിടെ Q ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മൾ LCMത്തിൽ എടുക്കണം Qൻ്റെ ടൈമിനെ കേട്ടോ. ഇതിനെ എടുക്കണം. ഇനി പവർ കൂടുതലായിരിക്കണം. രണ്ടിടത്തും ഉള്ള ഒരാളാണെങ്കിൽ രണ്ടിടത്തുനിന്നും പവർ കൂടുതൽ. ഇവിടെ P³ P², അപ്പോൾ പവർ കൂടുതൽ PQ. Qൻ്റെ കേസിൽ 4ഉം 2ഉം, അപ്പോൾ ⁻⁴ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോക്കിക്കേ, R എന്ന് പറഞ്ഞാൽ LCMത്തിൻ്റെ Pയുടെ പവറാണ് 6. ഇവിടെ 3 ആണ്. ദാറ്റ് ഈസ് R ഈക്വൽ ടു 3. Qൻ്റെ പവർ കിടക്കുന്നത് S ആണ്. അപ്പോൾ S ഈക്വൽ എത്രയാണ്? 4. ഓക്കെ, അപ്പോൾ LC എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നേരത്തെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ചവരാണ്. നമ്മൾ കാണുന്ന എല്ലാവരും എടുക്കണം. ഇവിടെ കാണുന്ന എല്ലാം എടുക്കണം. അല്ലാതെ ഒരിടത്ത് മാത്രമാണെങ്കിലും എടുക്കണം, രണ്ടിടത്തും ഉള്ളതാണെങ്കിലും എടുക്കണം. അതാണ് LCMത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് m പ്ലസ് n. വാട്ട് ഈസ് m പ്ലസ് n? m എത്ര? 2.
n എത്ര 2. അപ്പോൾ m + n എന്ന് പറയുമ്പോൾ 2 + 2 അതാണ് നമ്മൾ ബ്രാക്കറ്റിലും കൊണ്ട് എഴുതണം. 2 + 2 into r plus s, that is 3 + 4. Answer 4 into 3 + 4 എത്രയാണ് 7. ആൻസർ ഈസ് ആരാണ് 28. അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇഫ് 1 0 ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അങ്ങോട്ട് എഴുതുവാണ് k-1 into x² plus kx plus 1 ഈസ് -3 കേട്ടോ. ഓക്കെ, ഈസ് -3 എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ 1 0 ഈസ് ഗിവൺ ടു ബി -3, ദെൻ വാല്യൂ ഓഫ് k. ഇതെല്ലാവർക്കും അറിയാം, എക്സാമിന് ചോദിക്കാറുള്ളതാണെന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ, ഇത് ചെയ്ത ആൻസർ മിക്കവാറും കറക്റ്റായിട്ട് കിട്ടാറില്ല, ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അതാണ് പ്രശ്നം. പക്ഷെ ചെയ്യുന്നതൊക്കെ എന്താണെന്നറിയാം. 1 0 ഈസ് ഗിവൺ ടു ബി -3, ദാറ്റ് മീൻസ് പുട്ട് x = -3 ഇൻ ദ ഗിവൺ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്, എക്സിൻ്റെ പ്ലേസിലോട്ട് -3 കൊടുക്കണം. ഇവിടെ എക്സിൻ്റെ പ്ലേസിലോട്ട് -3 കൊടുക്കുമ്പോൾ k-1 into -3 the whole square plus k into -3 plus 1 equal എത്ര എന്ന് എഴുതണം 0. ദാറ്റ് ഈസ് k-1 into 9 -3k plus 1 is equal to 0. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9k - 9 -3k plus 1 equal to 0. 9k - 3k becomes 6k. -9 plus 1 കൂടെ ചേരുമ്പോൾ -8 equal to 0. 6k equal to 8, k equal to 8/6. ആൻസർ ഈസ് 4/3. ആൻസർ അതിനകത്ത് 4/3 ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ്. എപ്പോഴും കാണാറുള്ള, സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന, എന്നാലും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പേടിയാണ്. മിക്കവാറും കിട്ടാൻ സാധ്യതയില്ലാത്തതായിരിക്കാം, വരാം എന്നൊക്കെ അല്ലേ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 5x² - 7x + 2. ഓക്കെ, 5x² - 7x + 2 ആണ് 1 0. ആൻഡ് നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എന്നാണ് കേട്ടോ. സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് 1/α + 1/β. ഇതാണ് അവർ ചോദിച്ചത്. സം ഓഫ് ദെയർ റെസിപ്രോക്കൽസുകളുടെ സമ്മ 1/α + 1/β ആണ് നമുക്ക് വേണ്ടത്. ഈ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആൽഫ പ്ലസ് ബീറ്റയെ കണ്ടുപിടിക്കുക. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്, -b/a അല്ലേ. -b/a എന്ന് പറയുമ്പോൾ -7/5. ആൻസർ ഈസ് 7/5. ആൻഡ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ c/a. ആൻസർ ഈസ് 2/5. മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ആദ്യം ആൽഫ പ്ലസ് ബീറ്റ കിട്ടി, ആൽഫ ബീറ്റ കിട്ടി. അങ്ങനെയാണെങ്കിൽ 1/α + 1/β എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ β × 1 β, ആൽഫ × 1 α/α × β ആൽഫ/ബീറ്റ. ഇവിടെ കൊണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ മോനെ β + α എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ എത്ര മോനെ 7/5 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ 2/5. ക്യാൻസൽ 5. ആൻസർ ഈസ് 7/2. ദാറ്റ്സ് ഓൾ. എന്തെളുപ്പം ഇല്ലേ. പക്ഷേ ഇതൊക്കെ എത്ര പേര് ശരിയാക്കുമെന്നുള്ളത് കണ്ടറിയണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ തന്നെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ക്ലാസ് ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പം തന്നെ കോൾ ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, m+2 ഈസ് എ 0. m+2 ഈസ് എ 0. ഓക്കെ, m+2 ഈസ് എ 0 of the polynomial q of x equal to x² minus mx minus 6. ഓക്കെ, m+2 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് പറഞ്ഞേക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m? അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്ര ആണ്? ഓക്കെ ആണല്ലോ. m+2 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ q of x equal to x² minus mx minus 6. Then what is the value of m? എങ്ങനെയായിരിക്കും മോനെ? ഇപ്പോൾ ആരെങ്കിലും ഒരാൾ 0 ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ആ നമ്പറിനെ എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കുക, 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് പുട്ട് x equal to m+2. എക്സിൻ്റെ പ്ലേസിലല്ല m+2 എന്ന് കൊടുക്കുക, 0 = 0. ഓക്കെ,
അപ്പോൾ നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഈ എക്സിൻ്റെ പ്ലേസിലും m+2, ഈ എക്സിൻ്റെ പ്ലേസിലും ആരെ കൊടുക്കണം മോനെ? m+2. അങ്ങനെയാണെങ്കിൽ m എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. m+2 എന്ന് എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കുമ്പോൾ നോക്കിക്കേ, m+2 the whole square minus m into m+2 minus 6 equal to 0. കണ്ടോ, ഈ എക്സിൻ്റെ പ്ലേസിൽ m+2 ആയി. ഈ എക്സിന് കണ്ട m കഴിഞ്ഞിട്ടാണ് എക്സ്, അപ്പോൾ m കഴിഞ്ഞിട്ട് m+2 minus 6 equal 0. m+2 the whole square a plus b the whole square a square plus 2ab plus b square ആകുമ്പോൾ m square plus 4m plus 4 m square 2 into m into 2 4m and 2 square is 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ minus m into m minus m square minus m into 2 minus 2m minus 6 equal 0 plus m square minus m square വെട്ടിപ്പോയി. ബാക്കി ആരൊക്കെയുണ്ട് മോനെ? 4m minus 2m, ആൻസർ ഈസ് 2m. 4 minus 6 minus 2 equal 0 ഉണ്ടല്ലോ. 4m നിന്ന് 2m പോയാൽ കണ്ടോ, 4m നിന്ന് 2m പോയ 2m plus 4 minus 6 minus 2 equal 0 or 2m equal to 2 or m equal to 2 by 2. ആൻസർ ഈസ് ആരാണ്? 1. ഓക്കെ, ആൻസർ അവിടെ 1 ആണ്. 1 അവിടെ ഉണ്ട് ഓപ്ഷനിൽ. 4 3 2 1 എന്നാണ് നമ്മുടെ ആൻസർ. ആരാണ്? 1. അടിപൊളി ക്വസ്റ്റൻ ആണ്. എൻ്റെ നോട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനുണ്ട് കേട്ടോ. സാധാരണപ്പെട്ടവർക്ക് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് തുടങ്ങാം. 5ാമത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെയാണ് ax² പ്ലസ് bx പ്ലസ് c. ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സീറോസ് ആണ്. ആരൊക്കെയാണ്? ആൽഫ ആൻഡ് ബീറ്റ. അങ്ങനെയാണെങ്കിൽ 1/α² പ്ലസ് 1/β², ഇതിൻ്റെ വാല്യൂ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. 1/α² പ്ലസ് 1/β²ൻ്റെ വാല്യൂ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ ആരെ കണ്ടുപിടിക്കാൻ മോനെ? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കണം, അതുപോലെ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ സാധാരണ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലായതുകൊണ്ട് മൈനസ് ബി ബൈ എ പ്രോഡക്റ്റ് ആരാണ്? സി ബൈ എ അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ സി ബൈ എ, അതെല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ 1/α² പ്ലസ് 1/β² എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ β² ഇൻറ്റു 1 β², α² ഇൻറ്റു 1 α² ബൈ α² β². ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ നോക്കണം, അതാ പ്രശ്നം. നമ്മളൊരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഓർക്കുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ, ഓർമ്മയിൽ വരുന്നുണ്ടോ, സ്പീഡിൽ എന്നുള്ളത് അറിഞ്ഞെങ്കിലേ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് കണ്ടിരുന്നത് കൊണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. ഒരു ബുക്ക് എടുത്ത് വെച്ച് ഫുൾ നിങ്ങൾ ചെയ്യാൻ നോക്കണം, അല്ല പകുതിയല്ല, ഫുൾ പഠിച്ചിട്ട് ഫുൾ ഓർത്തെഴുതാൻ ശ്രമിക്കണം. അല്ലാതെ ഇത്തിരി നമ്മൾ എഴുതി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. എക്സാമിന് ഫുൾ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതുന്നത്. ഒരെണ്ണമാണോ, എത്രയോ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും നിങ്ങളുടെ തലയിൽ ഓർത്തിരുന്ന് ചെയ്യാനുള്ള കഴിവ് നേടണം. ഓക്കെ, എന്നെങ്കിലേ പറ്റുള്ളൂ. നമ്മളുടെ മാക്സിമം സപ്പോർട്ട് തരാം. പിന്നെ ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രോബ്ലംസിനെയും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് തരുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് β² പ്ലസ് α² എന്ന് പറഞ്ഞാൽ തിരിച്ചു വായിച്ചാൽ α² പ്ലസ് β² ക്യാൻ ബി ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2α ബീറ്റ. മറന്നുപോലെ ഇതിനൊരു ഫോർമുല ഉണ്ട് മനുണ്ട്. ഇവൻ ഭയങ്കരനാണ് കേട്ടോ. α² പ്ലസ് β² ക്യാൻ ബി ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2α ബീറ്റ ഡിവൈഡഡ് ബൈ α² β² ക്യാൻ ബി ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ കണ്ടോ മോനെ, ഇതെല്ലാം ആൽഫ പ്ലസ് ബീറ്റയുടെയും ആൽഫ ബീറ്റയുടെയും ടേംസോട്ട് മാറി. ഇത് ആൽഫ പ്ലസ് ബീറ്റ, ഇത് ആൽഫ ബീറ്റ, ഇത് ആൽഫ ബീറ്റ. നമ്മുടെ ഇതിലെല്ലാം ഉണ്ട്. ആൽഫ പ്ലസ് ബീറ്റയുണ്ട്, ആൽഫ ബീറ്റയുണ്ട്, എല്ലാം വാല്യൂസ് ആയതുകൊണ്ട് ഇനി ഇവിടെ തൊട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. തീർന്നില്ല, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയുടെ പ്ലേസിലോട്ട് ആരെ കൊടുക്കണം? അങ്ങനെ ആൽഫ മൈനസ് ബി ബൈ. അപ്പോൾ ആൻസർ വരുമ്പോൾ മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ 2 ഇൻറ്റു സി ബൈ എ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് സി ബൈ എ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇത് ആൽഫ പ്ലസ് ബീറ്റ, ഇത് ആൽഫ ബീറ്റ, ഇത് ആൽഫ ബീറ്റ, എല്ലാത്തിനും വാല്യൂസ് കൊടുത്തു. ആൻസർ വരുമ്പോൾ b² ബൈ a²
മൈനസ് 2c/a ഡിവൈഡഡ് ബൈ c²/a². കൃത്യമായി അല്ലേ? ഇനി ഞാനൊരു പ്രശ്നമുണ്ട്, ഇത് മൈനസ് ചെയ്യണം. അതൊരു പ്രശ്നം തന്നെയാണ്. ഒത്തിരി പേർ പ്രശ്നം ചിലർക്കറിയായിരിക്കും, പക്ഷെ ഒട്ടുമിക്ക കുട്ടികൾക്ക് അതെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇനി ഇവിടെ വെച്ച് നമ്മുടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ പ്രോബ്ലം ഇത്തിരി വലുതാവും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ശ്രദ്ധിച്ചോണം മോനെ. ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഡിനോമിനേറ്ററുകൾ ഇവിടെ a², ഇവിടെ a ഇല്ലയോ? ഡിനോമിനേറ്റർ ഇപ്പോൾ സെയിം ആണോ? അല്ല, ഇത് a² ഉണ്ട്, ഇത് a ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ എയെ താഴെ മണ്ടയ്ക്കും ഒരു എയുടെ ഇൻറ്റു ചെയ്ത് ഈ താഴത്തേന് a² ആക്കാൻ പോകും കേട്ടോ. താഴത്തേന് ഒരു a² ആക്കാൻ പോകും. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആവും. ഇപ്പം a ഉള്ളൂ, ഇവിടെ a ഉള്ളൂ. ഈ a² ആയിരുന്നെങ്കിൽ ഡിനോമിനേറ്ററുകൾ സെയിം ആയെന്ന് പറയാം. അതിനുവേണ്ടി ഞാനൊരു a താഴെയും മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്യാണ്. ആൻസർ വരുമ്പോൾ b²/a² മൈനസ് 2c × a. കണ്ടോ, 2c × a 2ac/a × a എന്തായി? a². കണ്ടോ? അപ്പം ഞാൻ താഴെ മണ്ടയ്ക്ക് ഒരു a ഇവിടെ ഇൻറ്റു ചെയ്തു ബൈ c²/a². ഓക്കെ, ഇങ്ങനെയുള്ള പ്രയോജനം എന്തുവാ? ഡിനോമിനേറ്ററുകൾ സെയിം ആണ്. കണ്ടോ, ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ നമുക്ക് ഇതിനെ ന്യൂമറേറ്റർ അതേപടി മൈനസ് ചെയ്യാം. b² മൈനസ് 2ac ഹോൾ ഡിവൈഡഡ് ബൈ a² ഡിവൈഡഡ് ബൈ c²/a². ഇപ്പം നിങ്ങൾക്ക് a² വെട്ടിക്കളഞ്ഞാൽ 2ac ഡിവൈഡഡ് ബൈ 2ac b² ഉണ്ടേ, b² മൈനസ് 2ac ഹോൾ ഡിവൈഡഡ് ബൈ c². ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കണം. നമ്മൾ 10th CBSEയിലാണ് പഠിക്കുന്നത്, അത് നിങ്ങൾ ഓർമ്മ വേണം. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലയോ? അറിയാം, പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചോ. എല്ലാവരും ഇത് ബുക്കിലോട്ട് അങ്ങോട്ട് എഴുതിയെടുക്കണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും നല്ല പ്രോബ്ലമാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 6th ക്വസ്റ്റ്യൻ. നമ്പറിലൊന്നും കാര്യമില്ല. If the system of equations 2x plus 3y is equal to 7, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ആൻഡ് 2ax plus a plus b into y equal to 8 has infinitely many solutions. ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് എങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് ഇതൊക്കെയാണ് അവർ തന്നേക്കുന്നത്. a ഈക്വൽ ടു 2b ആണോ, അതോ a പ്ലസ് 2b ഈക്വൽ ടു 0 ആണോ, അതോ b ഈക്വൽ ടു 2a ആണോ, അതോ 2a പ്ലസ് b ഈക്വൽ ടു 0 ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഇവർക്ക് രണ്ടുപേർക്കും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്തായിരുന്നു? വാട്ട് ഈസ് കണ്ടീഷൻ ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്? a1/a2 ഈക്വൽ b1/b2 ഈക്വൽ c1/c2, മൂന്നും തമ്മിൽ ഈക്വൽ. ഓക്കെ, a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇപ്പോൾ a1/a2 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള ഇവിടെ ആരാ മോനെ? 2. ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ളത് ആരാണ്? 2a. അപ്പോൾ 2 ആരാണ്? 2a ഈക്വൽ ടു. നെക്സ്റ്റ് വൈയുടെ കൂടെ ഉള്ളത്, വൈയുടെ കൂടെ ഉള്ള ആരാമനെ? 3. ഇവിടെ ആരാമനെ? a പ്ലസ് ബി. അപ്പോൾ 3 ആരാണ്? a പ്ലസ് ബി ഈക്വൽ ടു കോൺസ്റ്റൻസുകൾ 7/8. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുണ്ട് എൻ്റെ നോട്ടത്തിൽ ഇവരെ തമ്മിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. 3 പേരും തമ്മിൽ ഈക്വൽ ആണെങ്കിലും ഫസ്റ്റ് സെക്കൻഡോട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എല്ലാത്തിനും എയിലും ബിയിലും തമ്മിലുള്ളൊരു റിലേഷൻ വന്നേക്കുന്നത്, അല്ലാതെ a എത്ര b എത്ര എന്നല്ല. അല്ല കണ്ടോ, a എത്ര b എത്ര എന്നല്ലല്ലോ, a പ്ലസ് ബി അങ്ങനെ ഒരു റിലേഷൻ ആയതുകൊണ്ട് ഇവിടെ വേണം 2നെ നമുക്ക് വെട്ടിക്കളയാം കേട്ടോ. 2 ും 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ട് മോനെ? 1/a ഈക്വൽ ടു 3/a പ്ലസ് ബി. ശരിയല്ലേ മോനെ? 1/a ഈക്വൽ 3/, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a പ്ലസ് ബി ഇൻറ്റു 1, a പ്ലസ് ബി ഇൻറ്റു 1 ആര് തന്നെയാണ്? a പ്ലസ് ബി. 3a ഇൻറ്റു 3, അപ്പോൾ ആൻസർ എത്രയാണ്? 3a. ഓക്കെ, a അങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ b ഈക്വൽ ടു 3a മൈനസ് a. ശരിയല്ലേ? b ഈക്വൽ ടു ഈ a അപ്പുറത്ത് പോകുമ്പോൾ 3a മൈനസ് a, ദാറ്റ് ഈസ് b ഈക്വൽ എത്ര കിട്ടി? 2a. തിരിച്ച് വായിച്ചാൽ 2a ഈക്വൽ ടു b എവിടെയെങ്കിലും കാണും. 2a ഈക്വൽ ടു b ഓർ b ഈക്വൽ ടു 2a എന്നാണ് കറക്റ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. b ഈക്വൽ ടു 2a. പക്ഷേ ഇത് ഇത്രേ ഉള്ളൂ. ഇത് MCQ ആണ്, സമയം മാക്സിമം എളുപ്പത്തിൽ തീർക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യനിലൂടെ കയറുകയാണ്. അവിടെ പറയുന്നത് എക്സ് ഈക്വൽ ടു എ വൈ ഈക്വൽ ടു ബി ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4.
എക്സ് ഈക്വൽ ടു ആൻഡ് വൈ ഈക്വൽ ബി സൊല്യൂഷൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ 4. അങ്ങനെ എക്സിൻ്റെ വാല്യൂ എ ആണെന്നാണ്, വൈയുടെ വാല്യൂ ബി. അപ്പോൾ അത് ഇവിടെ കൊടുക്കണം. ഈ എക്സിൻ്റെ പ്ലേസിൽ എ എന്ന് കൊടുക്കണം, ഇവിടെ എ കൊടുക്കണം, ഇവിടെയും എ കൊടുക്കണം കേട്ടോ. വൈക്ക് ആയാലും മോനെ ബി. അപ്പോൾ ഇവിടെ വൈയുടെ പ്ലേസിൽ ബി, ഇവിടെയും വൈയുടെ പ്ലേസിൽ ബി. അപ്പോൾ എങ്ങനെ വരും മോനെ ഇക്വേഷൻ? എങ്ങനെ വരും? എ മൈനസ് ബി ഈക്വൽ എത്ര മോനെ 2. ഇവിടെ വരുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ 4. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് കേട്ടേ. അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എ എത്രയാണ് ബി എത്രയാണെന്നാണ് കേട്ടോ. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി? ഇതങ്ങോട്ട് ആഡ് ചെയ്യണം മോനെ. ആഡ് ചെയ്യുമ്പോൾ ബി പോയിക്കൊണ്ട് എ പ്ലസ് 2a ഈ സീരീ 6, എ ഈക്വൽ 3 കിട്ടും മോനെ. ശരിയല്ലേ? 6/2 3. അപ്പോൾ എ കിട്ടി 3. ഓക്കെ, അപ്പോൾ 3യിൽ തുടങ്ങുന്നത് നോക്കിയാൽ മതി. 3യിൽ തുടങ്ങുന്നത് നോക്കിയാൽ മതി. 3യിൽ തുടങ്ങുന്ന 3 5 ഉണ്ട്, 3 1 ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 1 ആകുന്നത് നോക്കണം. 3 5 അവിടെ ഓപ്ഷൻ 3 5 ഉണ്ട്, അടുത്ത ഓപ്ഷൻ 3 1 ഉണ്ട്, 1 3 ഒക്കെ ഉണ്ട്. അതൊന്നും എടുക്കണ്ട, കാരണം എയുടെ വാല്യൂ 3 കിട്ടിയ സ്ഥിതിക്ക് ഫസ്റ്റ് 3 ആവുന്നത് എടുത്താൽ മതി. മറ്റു രണ്ട് ഓപ്ഷനെ കളഞ്ഞേക്കണം കേട്ടോ. എയുടെ വാല്യൂ 3 ഉണ്ട്. ഇവിടെ കൊടുക്കുമ്പോൾ നോക്കിയാൽ എക്ക് 3 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എ പ്ലസ് ബി എന്തായിട്ട് മാറും? 3 + b = 4, b = 4 - 3. ആൻസർ ഈസ് 1. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, കണ്ടപ്പോൾ മനസ്സിലായി. ഇനി ഇതൊരിക്കലും മറക്കരുത്. ഇനി ഇത് നമ്മുടെ തലയിലെ ബ്യൂറോയിൽ സൂക്ഷിച്ച് വെച്ചേക്കണം. ഓക്കെ, ഇടയ്ക്കെടുത്ത് വെച്ചൊന്ന് പഠിച്ചോണം. ഓക്കെ, അടുത്ത പ്രോബ്ലം നമ്മുടെ നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 217x plus 131y is equal to 913. Okay. Next, 131x and 217y is equal to രണ്ടാമത്തെ വാല്യൂ തന്നിരിക്കുന്നത് 827 ആണ് കേട്ടോ. 827. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? എക്സ് പ്ലസ് വൈ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടോട്ട് ഞാൻ എഴുതുവാണേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഡാഷ്. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. എക്സ് പ്ലസ് വൈ എത്രയെന്ന് വെച്ചാൽ ഇത് സോൾവ് ഒന്നും ചെയ്യേണ്ട, എലിമിനേഷൻ മെത്തേഡിലൊന്നും അല്ല കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. 217 ഇവിടെ കണ്ടോ, 217 ഇവിടെ 131 ഇവിടെ 131. മീൻസ് കോഎഫിഷ്യൻസുകൾ ഇൻ്റർചേഞ്ച് കിടക്കുക. ഈ എക്സ് പ്ലസ് വൈ ആണ് ചോദിച്ചെങ്കിൽ ആൻസർ എഴുതാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ പറയാം. ഈ സമ്മിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ സമ്മിനെയും കണ്ടുപിടിക്കുക. ഈ സം എത്ര മോനെ? 7 3 10, 2 + 1 3 4 17, 1740. ഇതിൻ്റെ എത്ര മോനെ? 217 131 എന്ന് പറയുമ്പോൾ 8 4 3 348. ശരിയാണല്ലോ? ആണല്ലോ അല്ലേ? 348 ആണ്. നിങ്ങൾ ഈ 1740നെ 348 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ എക്സ് പ്ലസ് വൈ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്കതൊന്ന് 5 കൊണ്ട് ഇഞ്ച് ചെയ്ത് നോക്കാം. 5 × 8 എത്ര മോനെ? 40, റിമൈൻഡർ 4. 5 × 4 20 + 4 24, റിമൈൻഡർ 2. 5 × 3 15 + 2 17. കറക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? 5. അപ്പോൾ ആൻസർ എത്രയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ എത്ര മോനെ? 5. ദാറ്റ്സ് ഓൾ. തീർന്നു. അപ്പോൾ പ്രോബ്ലം തീർന്നു. ഇത്രയുള്ള എക്സ് പ്ലസ് വൈ. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളായിരിക്കും ഇതെങ്ങനെ ചെയ്യുന്നതെന്നല്ലേ? ചെയ്യുന്ന മെത്തേഡ് നോക്കണം. ഇതൊക്കെ അങ്ങോട്ട് കളയുവാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ. 7 + 1 8, 2 + 1 3 + 1 4, 2 + 1 3 എക്സ്. ഇത് ആഡ് ചെയ്താലും 348y എന്നായിരിക്കും. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 1740 ആയിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് 348 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇതിനെ ഡിവൈഡ് ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇതിനെ നമുക്ക് 340 ഇത് എക്സ് ആവും. 348/348 എക്സ് ആയി. 348y/340 ക്യാൻസലായി. അവിടെ y ആയി. ഇത് ഇടുമ്പോൾ 5 ആയി. ആൻസറായി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. അടിപൊളിയാണല്ലോ? ഷോർട്ട് കട്ട് കണ്ടല്ലോ? ഇങ്ങനെ വേണം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻസുകൾ ഈ കോഎഫിഷ്യൻസുകൾ ഇൻ്റർചേഞ്ച് ചെയ്ത് വന്നാൽ എക്സ് പ്ലസ് വൈ എഴുതേണ്ട ഷോർട്ട് കട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യനോടുകൂടി ഇന്നത്തെ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതേപോലെ അടുത്ത സെഷൻ വരും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. മാത്സിനെ നിങ്ങൾക്ക് മാക്സിമം ഈസിയാക്കി എക്സാമിന് എഴുതാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് മോനെ. ദ വാല്യൂ ഓഫ് സിയുടെ വാല്യൂവിനെ കണ്ടുപിടിക്കണം. എന്താണ് കണ്ടീഷൻ? ദ ഇക്വേഷൻ ax² + 2bx, ax² + 2bx
പ്ലസ് സി ഈക്വൽ ടു 0 ഹാസ് ഈക്വൽ റൂട്ട്സ്. ഓക്കെ, ഈക്വൽ റൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac 0 എന്നാണ് അല്ലേ. അത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ 0 അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ 0. ഇവിടെ എയുടെ സ്ഥാനത്ത് എ തന്നെയാണ് മോനെ. കണ്ടോ, എയുടെ സ്ഥാനത്ത് എ എക്സ് സ്ക്വയർ പ്ലസ് 2bx, അതാണ് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒരു 2bx ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സി കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി വന്നപ്പോൾ ബി സ്ക്വയർ, ഇവിടെ ബിയുടെ സ്ഥാനത്ത് കിടക്കുന്ന 2b ആ മോനെ. അപ്പോൾ 2b ദ ഹോൾ സ്ക്വയർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് മൈനസ് 4 × a, ഇത് കുഴപ്പമില്ല, എ ആണ്. സിയുടെ സ്ഥാനത്ത് കണ്ട, സിയുടെ സ്ഥാനത്ത് സി തന്നെയാണ്, അത് ഓക്കെ 0 ഇതാണ്. അപ്പോൾ 2b ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac ഈക്വൽ 0. 2b ദ ഹോൾ സ്ക്വയർ ഈസ് 4b സ്ക്വയർ മൈനസ് 4ac ഈക്വൽ എത്രയാണ് മോനെ 0. നമുക്ക് ഇവിടുന്ന് സി വേണമെങ്കിൽ ഈ ടേമിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4b സ്ക്വയർ ഈക്വൽ ടു 4ac. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 4നെ വെട്ടിക്കളയാതെ പിന്നെ ആട്ടെ. സി വേണമെന്നുണ്ടെങ്കിൽ ഈ 4aയും കൊണ്ട് 4b സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യണം. 4b സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a, 4 ക്യാൻസൽ ആയിക്കൊണ്ട് ബി സ്ക്വയർ ബൈ എ ഈക്വൽ ടു സി. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സിയുടെ ഓപ്ഷൻ അവിടെയുണ്ട്. ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാണ് എ. ഓപ്ഷൻ ഉണ്ട് കേട്ടോ, 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു, കറക്റ്റായി. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. കുട്ടി സെക്ഷൻ എന്ന് പറയേണ്ട നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്ന് തോന്നുന്നു. മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോട്ട് ഉറപ്പായിട്ടും കാണുന്നവരൊന്ന് ഷെയർ ചെയ്തേക്കണം. ഗുഡ് ബൈ.